പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന് പ്രീതി ഉള്ളവളാക്കി മാറ്റിയ അനുഗ്രഹത്തിൻ്റെ വചനം അമ്മ നമ്മോടും പറയുക. ഈ ലോക ജീവിതത്തിൽ നമുക്കൊക്കെ ഒരേ ലക്ഷ്യമേ ഉള്ളൂ. ആ ഒരൊറ്റ ലക്ഷ്യം ദൈവഹിതം നിറവേറ്റുക. പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-17 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ ഒരു ജാഗ്രത പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്നു. യോസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യോസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൈവഹിതം നിറവേറ്റാൻ തിരുക്കുടുംബം പുലർത്തിയിരുന്ന ഒരു ജാഗ്രത, ദൈവഹിതം നിറവേറ്റാൻ ഉണ്ണീശോ പുലർത്തുന്ന ഒരു ജാഗ്രതയുണ്ട്. പരിശുദ്ധ അമ്മയിൽ നിന്ന്, തിരുക്കുടുംബത്തിൽ നിന്ന് ഈശോ ഏറ്റെടുക്കുന്നത് അത് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വചനം. അന്വേഷിച്ച് പുത്രനെ കണ്ടെത്താൻ അസ്വസ്ഥരായി തീർന്ന് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുന്ന ആ നിമിഷത്തിൽ മാതാവ് യോസേപ്പ് പിതാവ് ഒരുമിച്ച് ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, മകനെ നീ എവിടെ? ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അതിപ്രകാരമാണ് 49-ാമത്തെ വചനത്തിൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവഹിതം നിറവേറ്റാനുള്ള വ്യഗ്രത ഈശോയിൽ ആ ആദ്യകാലങ്ങളിൽ തന്നെ എത്രയോ ശക്തമായി വിശുദ്ധ വചനത്തിലൂടെ നമ്മൾ ദർശിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്. നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ദൈവഹിതം നിറവേറ്റുക. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്. ഈ ഒരു മേഖലയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്മുടെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഗത്സമനയിൽ ഈശോയുടെ പ്രാർത്ഥന ഇതുതന്നെയല്ലേ? ഈശോ തൻ്റെ ദൗത്യത്തിൻ്റെ മേഖലകളിലെല്ലാം ഈ ജാഗ്രത എപ്പോഴും സൂക്ഷിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നില്ലേ, എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നത്. കർത്താവിൻ്റെ ഈ വചനം, പരിശുദ്ധ അമ്മയുടെ ഇതാ കർത്താവിൻ്റെ ദാസി, എൻ്റെ വാക്ക് നിറവേറട്ടെ എന്ന വചനം എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വലിയ ദൗത്യത്തിലേക്കാണ്. ദൈവഹിതത്തിന് കീഴ്പ്പെടുകയും അതിന് ചേർന്ന് ജീവിതത്തെ സൂക്ഷിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഇതുതന്നെയായിരിക്കട്ടെ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ആശകളോടും അതിൻ്റെ ദുരാശകളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്നും അതിൻ്റെ വ്യാമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്നും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നില്ല. ഗലാത്തി 5:24 യേശുക്രിസ്തുവിനുള്ളവരുടെ ജാഗ്രത ശരീരത്തിൻ്റെ പ്രവണതകളെ പ്രീതിപ്പെടുത്താനല്ല, ദൈവഹിതം പ്രീതിപ്പെടുത്താനുള്ള വലിയ ഒരു ജാഗ്രത. നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ വലിയൊരു ജാഗ്രത കടന്നു വരട്ടെ. ദൈവഹിതത്തിന് കീഴ്പ്പെടാനുള്ള ഒരു ജാഗ്രത അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.